ആ ഒരു സമയത്ത് ഇപ്പോൾ പൊതുവേ ഒരു സംഘടനയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഒരു അവഗണനയുടെയും പിന്നെ എതിർപ്പിൻ്റെയും പിന്നെ അംഗീകാരത്തിൻ്റെയും ഒക്കെ സേതുട്ടൻ സംസാരിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ സമയത്ത് ഒരു അവഗണിക്കപ്പെടുന്ന ഒരു സംഘടനയായിരുന്നല്ലോ ആ ഒരു സമയത്തൊക്കെ. അതെങ്ങനെയാണ് ആദ്യം പ്രചാരകനായിട്ട് പോയ സ്ഥലങ്ങളിലൊക്കെ അതെങ്ങനെയാണ്? ഞാൻ പാലക്കാട് നിന്ന് കൊഴിഞ്ഞാമ്പാറ, ചിറ്റൂർ ആ ഭാഗത്താണ് സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് ആദ്യം പോയത്. അപ്പോൾ ആ സമയത്ത് അതിനു മുമ്പ് തന്നെ അവിടെ കൊഴിഞ്ഞാമ്പാറയിൽ ശാഖ തുടങ്ങി. അത് പാവപ്പെട്ട ആൾക്കാരാണ്, കൃഷിക്കാരും അതേപോലെ തന്നെ വണ്ടിപ്പണി ചെയ്യുന്ന ആൾക്കാർക്കായിട്ടുള്ള ആൾക്കാരാണ്. അവിടെ പോയപ്പോൾ ഈ സംഘത്തിനെക്കുറിച്ച് വളരെ കാര്യമായിട്ടുള്ള നിലയ്ക്ക് ഒരു ആശയപരമായിട്ടുള്ള എതിർപ്പോ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. സംഘം നല്ല കാര്യമാണ്, ഹിന്ദുക്കളെ സംഘടിപ്പിക്കലാണ്. നമ്മുടെ പോയ സമയത്തൊക്കെ ആൾക്കാരുടെ കൂട്ടത്തിൽ നല്ല സഹകരണവും കാര്യങ്ങളൊക്കെയാണ്. ചിറ്റൂരിലാണ് പിന്നെ ആദ്യമായിട്ട് സംഘം തുടങ്ങുമ്പോൾ കൊഴിഞ്ഞാമ്പാറ ശാഖനി ചിറ്റൂർ അവിടെയാണ് സെൻറ്റർ. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ ശാഖ തുടങ്ങണം. അപ്പോൾ ഞാൻ ചില സ്കൂൾ വിദ്യാർത്ഥികളെ പോയി പരിചയപ്പെട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, വൈകുന്നേരം സംബന്ധിച്ച ചില കായിക പരിപാടികളൊക്കെ ഉണ്ട്, അഭ്യസിക്കാൻ സാധിക്കും, കളികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ അവരുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ശാഖ തുടങ്ങി. ഒരു സംഘടനാപരമായിട്ടുള്ള നിലയ്ക്ക് ഇതല്ല, പക്ഷേ കുട്ടികൾക്ക് കളിക്കാനും വ്യായാമം ചെയ്യണം, അവർ കായിക അഭ്യാസങ്ങളൊക്കെ ചെയ്യാനുള്ള സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആ സമയത്ത് തന്നെ നാട്ടിൽ ചില പ്രമുഖരായിട്ടുള്ള ആൾക്കാർ, അവിടെ ഒരു CP കേശവൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അതുപോലെ നാട്ടിൽ ചില പ്രമാണിമാരായിട്ടുള്ള ആൾക്കാർ പോയി പരിചയപ്പെടും. നമുക്ക് പ്രായം കുറവാണ്, അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു സംഘടന തുടങ്ങിയിട്ടുണ്ട്, ഹിന്ദുക്കളുടെ ഒന്നുമില്ലോ, ആ തരത്തിൽ അവരുടെ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും അവരുടെ ശാരീരികമായുള്ള ഒരു പ്രസ്ഥാനം നിലനിൽക്കല്ലാതെ ഐഡിയോളജിക്കലായിട്ടുള്ളൊരു വലിയ തരത്തിലുള്ള കാര്യങ്ങളോ അതനുസരിച്ച് ബാക്കിയുള്ളവർ ഇതിപ്പോൾ നമ്മുടെ സംഘടനയ്ക്കുണ്ടായിട്ടില്ല. പാലക്കാട് സംഘടന വളരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ മുദ്രാവാക്യം ചില ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആ തരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ പോയ സ്ഥലങ്ങളിൽ ഈ രീതിയിലുള്ള ഒരു ശാഖാ പ്രവർത്തനം അത് വളരെ നല്ലപോലെ നടത്താനും അതിന് വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ ശേഷം വന്നത് തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ 3 മാസത്തിന് ശേഷം പിന്നെ അടുത്ത തൊടുപുഴയിലും നമ്മുടെ നാരായൺജി, അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രചാരക്കാരനായിരുന്നു, പഠിക്കാൻ വന്നിരുന്നു. അതിനുശേഷം പ്രചാരക്കായി. അപ്പോൾ ആ സമയത്ത് സംഘശാഖ അവിടെ തുടങ്ങിയിരുന്നു. MA കൃഷ്ണൻ എന്നുള്ള ഒരാൾ, നമ്മുടെ MS സാറ്, അവിടെ 1 വർഷം പ്രചാരക്കായിട്ട് പ്രവർത്തിച്ചു. അതിനെ തുടർന്നാണ് ഞാൻ പോകുന്നത്. പക്ഷേ MA സാറിൻ്റെ കോണ്ടാക്ട് കൊണ്ട് ഒരു വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെല്ലാവരും സംഘത്തിൻ്റെ അനുകൂലമായിരുന്നു. അവർക്കെല്ലാവർക്കും സംഘം വളരുന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സാധാരണ നിലയ്ക്ക് മുതിർന്ന ആൾക്കാരുടെ സാമാന്യമായിട്ടുള്ള സപ്പോർട്ടുണ്ടായിരുന്നു. നാരായൺജിയുടെ വീടുമായിട്ടുള്ള ബന്ധമാകുമ്പോൾ അവരുടെ വീട്ടിൽ മകൻ പ്രചാരകനായിട്ട് വന്ന സമയത്ത് നാരായൺജിയുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഒരു കുടുംബത്തിലെ അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള പ്രവർത്തനം തൊടുപുഴയിലും നമുക്ക് ഈ സംഘപ്രവർത്തനത്തിന് കാര്യമായിട്ടുള്ള എതിർപ്പ് ആ സമയത്തുണ്ടായിട്ടില്ല. എല്ലാ സ്ഥലത്തും നമ്മൾ പോയാൽ പ്രത്യേകിച്ച് അടുത്തൊരു തലമുറയെ വളർത്തിയെടുക്കാൻ നിൽക്കുന്ന സമ്പർക്കമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വന്നത് കോട്ടയം ജില്ലയിലെ കിഴക്കൻ ഭാഗങ്ങളിൽ വാഴൂർ പ്രദേശത്തായിരുന്നു. ആനിക്കാട് എന്നുള്ള സ്ഥലത്ത് പ്രവർത്തനം തുടങ്ങി. ഗ്രാമപ്രദേശങ്ങളാണ് ആനിക്കാട്, കോത്തല, കൂറപ്പുഴ, ളാക്കാട്ടൂർ, വാഴൂർ, കൊടുങ്ങൂർ, ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിരുന്നു. പൊതുവെ ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കാനുള്ള ജനങ്ങളുടെ ഇടയിൽ നിന്ന് സാമാന്യമായിട്ടുള്ളൊരു നല്ല പിന്തുണയും കാര്യമായിട്ടുള്ളൊരു എതിർപ്പൊന്നും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. അവിടെയുള്ള സമയത്താണ് പിന്നെ പാല കേന്ദ്രമാക്കിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. പാലയിൽ അന്ന് പിന്നെ ഇന്ന ജില്ല, ഇന്ന സ്ഥലത്ത് അങ്ങനെയൊന്നുമില്ല. കൈ എത്താവുന്ന ദൂരത്തൊക്കെ പോയിട്ട് ശാഖ തുടങ്ങാം, ആ രീതിയിലായിരുന്നു. അതുകൊണ്ട് ആനിക്കാട് നിന്ന് പൊൻകുന്നത്ത് സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ആ പൊൻകുന്നത്തും വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ്. മറ്റേ മഞ്ഞപ്പള്ളി രാമകൃഷ്ണപിള്ള എന്നുള്ള വലിയ NSSൻ്റെ അങ്ങനെയുള്ളവരെല്ലാവരും നമ്മുടെ സംഘത്തിൻ്റെ സപ്പോർട്ടേഴ്സ് വന്നിരുന്നു. മന്നത്തിൻ്റെയൊക്കെ സ്വാധീനമുള്ളത് കൊണ്ട് ആ വിഭാഗത്തിൻ്റെ ഇടയിലൊക്കെ നല്ലപോലെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ് ടു എരുമേലി പോയിട്ട് നമുക്ക് സംഘശാഖാ സമയത്ത് തുടങ്ങാൻ സാധിച്ചു. അതേപോലെ തന്നെ പാലയിലും പോയത്.
പാലയിൽ ഞാൻ ആദ്യം പോയിട്ട് പരിചയപ്പെട്ടത് രാമകൃഷ്ണ മിഷനിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വളരെ നല്ല സപ്പോർട്ടുണ്ടായി. ഒരു രാമൻ നായർ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ആനിക്കാട്ടെ, അത് NSSൻ്റെ യൂണിയൻ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ കേന്ദ്രം പാലയിലായിരുന്നു. അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടുകൂടി നമ്മൾ അവിടെയും സംഘത്തിൻ്റെ ശാഖ. ആകെ നമുക്കൊരു ചെറിയ അനുഭവം ഉണ്ടായത്, നമ്മുടെ ഹിന്ദു കുട്ടികൾക്കിങ്ങനെ ശാഖയിൽ വരാൻ തുടങ്ങിയെന്നൊക്കെ കണ്ടപ്പോൾ അവിടുത്തെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്കിതെങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്താൻ തോന്നിയിരുന്നു. നേരിട്ട് എതിർക്കുന്നതിന് പകരം അവർ ഈ ശാഖയിൽ വരുന്ന യുവാക്കന്മാരുണ്ട്, കിഷോരന്മാരായിട്ടുള്ള ആൾക്കാരെ അവിടുത്തെ പഠിത്തങ്ങൾ ഞങ്ങൾക്ക് കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. ഈ രക്ഷാക്കന്മാരെ പോയി കണ്ടിട്ട്, നിങ്ങളുടെ പയ്യൻ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വരുന്ന ഇറക്കല്ലേ, കടയിലേക്കു ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് 3 മുഖ്യ ശിക്ഷകന്മാരെ അവർ ശാഖയിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് അവരുടെ സ്ഥാപനത്തിൽ ജോലി കൊടുത്ത് ഈ പ്രവർത്തനം തടസ്സാനായിട്ട് പരിശ്രമിച്ചിരുന്നു. അപ്പോൾ സമൂഹം എന്നുള്ള നിലയ്ക്ക് ഹിന്ദു സംഘടനയുടെ പ്രവർത്തനം അവർ വളരെ അപകടമായിട്ട് കൊണ്ടു. പക്ഷേ അതുണ്ടായാലും നമ്മുടെ സംഘടനാ പ്രവർത്തനം തുടർന്നു. പക്ഷേ ഈ സംഘടനാ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ബോധപൂർവ്വമുള്ള ചില പരിശ്രമം നടക്കുന്ന എങ്ങനെയാണ്, ബുദ്ധിപൂർവ്വം എങ്ങനെയാണെന്ന് ചെയ്യുന്നു. ആദ്യത്തെ അനുഭവം നമുക്ക് അവിടെ നിന്നുണ്ടായത്.